കാരണം ദിലീപ് കുറ്റക്കാരനാകും, അങ്ങനെ ആകണമെന്നൊക്കെ വിധിച്ചവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചവരുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചവരുണ്ട്. ഒരു പക്ഷേ അതിനുശേഷമുള്ള ഈ വിധിക്ക് ശേഷമുള്ള ചില ചലച്ചിത്ര താരങ്ങളുടെ, വനിതാ ആക്ടിവിസ്റ്റുകളുടെയൊക്കെ ഫേസ്ബുക്കുകളിൽ നിന്നും അതോടൊപ്പം പൊതുവായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സമൂഹം ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നത്? കാരണം ഈ വിധി വന്ന ശേഷം, കോടതി ഇത്തരം ഒരു വിധി കൽപ്പിച്ച ശേഷം എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ കരുതുന്നത്? ടോം, ഇതിലെ പുറത്തുനിന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പുറത്തുനിന്ന് നമുക്ക് എങ്ങനെ നോക്കിയും കാര്യങ്ങൾ പറയാം. പൊതുവിൽ വിലയിരുത്തലാകാം, വിമർശനങ്ങളാകാം, അല്ലെങ്കിൽ പുറമേ നിന്നുകൊണ്ട് വിധി പ്രസ്താവം അടക്കം നടത്താം. പക്ഷേ കോടതിക്കകത്തേക്ക് വരുമ്പോൾ ഇതങ്ങനെയൊന്നുമല്ല. കോടതിക്കകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തെളിവുകളും അതിൻ്റെ എല്ലാ മെറിറ്റിലും പരിശോധിച്ച ശേഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും പറയുന്നത് നീതിന്യായ കോടതികളാണ് അതിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് നീതിയാണ്. അതിൽ കോടതിയാണ് അതിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത്. നമ്മുടെ ഒരു വ്യവസ്ഥിതിയും അതുതന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പുറമേ നിന്ന് പറയുന്നതിനപ്പുറം, കാരണം പുറത്തു നിന്ന് നോക്കുമ്പോൾ പലരും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളോ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാം. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സമർപ്പിക്കപ്പെടുന്ന തെളിവുകൾ, ശേഖരിക്കപ്പെടുന്ന സാക്ഷിമൊഴികൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ കടന്നുപോയാൽ മാത്രമേ അത് ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ്, അതിൽ വാദപ്രസ്താവങ്ങൾ നടത്തിക്കൊണ്ടാണ്, ഇതിൽ ഓരോ തെളിവുകളും വിശദമായിട്ട് വാദപ്രതിവാദങ്ങളിലേക്ക് പോയതിന് ശേഷമാണ് ഈ ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിധി പ്രസ്താവത്തിലേക്ക് എല്ലാം തന്നെ കോടതി കടക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ കേസിൽ എത്രയോ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു, എത്രയോ തെളിവുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഈ ഘട്ടത്തിലേക്ക് പോകുന്നത്. പക്ഷേ പൊതുവിൽ, ടോം പറഞ്ഞതുപോലെ, പൊതുവിലുണ്ടായിരുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത്, പബ്ലിക്കിലുണ്ടായിരുന്ന, പൊതുസമൂഹത്തിനുണ്ടായിരുന്നത് ദിലീപ് ഇതിൽ തെറ്റുകാരൻ എന്ന രീതിയിൽ, ദിലീപിൻ്റെ ഒരു ആസൂത്രണത്തിലാണ് ഇത് അത്രയും നടന്നത് എന്ന രീതിയിൽ തന്നെയായിരുന്നത്. ഈ നിമിഷവും ആ രീതിയിൽ അങ്ങനെ കരുതുന്നവരും ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ നമുക്ക് കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ, കോടതിക്ക് മുന്നിലേക്ക് സമാഹരിക്കപ്പെട്ട തെളിവുകൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ, അത് കോടതിയുടെ നിരീക്ഷണം അതിൽ മറ്റൊന്നാകും. അത് സ്വാഭാവികമായ അതിൻ്റെ രീതി അങ്ങനെയാണ്. കാരണം അത് പരിശോധിക്കപ്പെട്ട ശേഷമാണ്, അതിൻ്റെ ഒരു വ്യക്തമായ വിശദീകരണത്തിലൂടെയാണ് കോടതി ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ പൊതുസമൂഹം, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയൊന്നും ആഴത്തിലേക്ക് പോകാതെ, ഇത്രയൊന്നും പരിശോധിക്കപ്പെടാതെ ഇങ്ങനെ ഒരുപക്ഷെ അത്തരം വിലയിരുത്തലുകൾ ഉണ്ടാകാം. തീർച്ചയായും. അതായത് ഞാൻ സൂചിപ്പിച്ചതനുസരിച്ച് ഗൂഢാലോചന കുറ്റം ദിലീപിനെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതുതന്നെയാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റവിമുക്തനാകാനും കാരണമായത്. എവിടെയായിരിക്കാം പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചെന്നൊരു ചോദ്യം അത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ഒരുപക്ഷെ വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പ് പുറത്തു വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തുടക്കം മുതൽ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിരുന്നു. കാരണം ദിലീപ് ഒരു ഉന്നതനാണ്, മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന വ്യക്തി, ജനപ്രിയ നായകൻ, വലിയ സ്വാധീനമുള്ള, രാഷ്ട്രീയപരമായും അല്ലാതെയും വലിയ സ്വാധീനമുള്ള വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മടി, അല്ലെങ്കിൽ പോലീസ് അവിടെ കാണിച്ചൊരു അലംഭാവമായിരിക്കുമോ ഈ കേസിൽ ഇത്തരമൊരു വിധി ഉണ്ടാകാനുള്ള, തിരിച്ചടി ഉണ്ടാകാനുള്ള, പ്രോസിക്യൂഷൻ തിരിച്ചുണ്ടാകാൻ കാരണമായത്? ടോം, അതിൽ ടോം പറഞ്ഞതുപോലെ ഇപ്പോൾ അലംഭാവം എന്ന് പറയാം. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഷയിൽ അവർ പറയുന്നത് കരുതലോടെ നീങ്ങിയെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ പറഞ്ഞതെല്ലാമാണ്. ദിലീപ് മലയാള സിനിമയിൽ ഒരു ഉന്നതനാണ്. നേരത്തെ നമ്മൾ കൊണ്ടിരുന്നത് പോലെ ഒരു സമഗ്രാധിപത്യമുള്ള ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരക്കാരനെതിരെ മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും ഒരു ചുവട് പോലും പിഴയ്ക്കരുത് എന്നത് ആ പോലീസിനുണ്ടായിരുന്ന ഒരു നിർബന്ധ ബുദ്ധി തന്നെ. അതുകൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ പൾസസുനിയും വിജീഷും എല്ലാം തന്നെ അറസ്റ്റിലാകുമ്പോൾ, ഈ ആദ്യഘട്ട പ്രതികൾ, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളടക്കം 6 പേരടക്കം അറസ്റ്റിലാകുമ്പോൾ പോലും ദിലീപിനെതിരെ അതിൽ കൃത്യമായ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് മൊഴികളുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷെ അപ്പോഴും ഇതിലേക്ക് പോകാനായിട്ട്, അവരൊരു അറസ്റ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു കൂടുതൽ നീക്കം നടത്താനോ പോലീസ് തയ്യാറായിരുന്നില്ല. ദിലീപിനെ സംബന്ധിച്ച് ഇവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്ന രീതിയിലേക്ക് ദിലീപിനെ ചോദ്യം ചെയ്തു എന്നത് മാത്രമാണ് നടന്നത്, ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീട് അതങ്ങ് പോകുന്നു. പിന്നീടാണ് ഈ കത്ത് പുറത്തു വരിക, അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നതെല്ലാം തന്നെ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് വരികയാണ്. അതിനുശേഷമാണ് ദിലീപിനെ ചോദ്യം ചെയ്യുക എന്ന കാര്യത്തിലേക്കെല്ലാം നീങ്ങുന്നത്. പക്ഷെ അതിക്ക് മുമ്പേ ദിലീപ് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകുന്നു, തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതിയെല്ലാം തന്നെ നൽകുന്നു. അപ്പോൾ പോലീസ് പിന്നെയും മുന്നോട്ട് നീങ്ങുന്നു, ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്ക് എത്തുന്നു. അതിൽ ഒരു അലംഭാവം എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൽ തെളിവുകളുടെ ഒരു ക്രോഡീകരണം അവിടെ നടക്കുന്നുണ്ട്. കാരണം ദിലീപ് ഈ പൾസസുനിയും മറ്റും കസ്റ്റഡിയിലിരിക്കുമ്പോൾ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഡ്രൈവറുടെ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്, അനീഷ് എന്ന് പറയുന്ന ഒരു CPOയുടെ മൊബൈൽ
ഉപയോഗിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ദിലീപിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഇതിലേക്ക് അടക്കം പോകേണ്ടതുണ്ടായിരുന്നു. ഇതിൽ പിന്നീട് 3 പേർ മാപ്പുസാക്ഷികളായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേര് മാപ്പുസാക്ഷികളാണ്. അവരെല്ലാം തന്നെ മൊഴികൾ, അനീഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ മൊഴികളും അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ മുഴുവൻ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ദിലീപിലേക്ക് എത്തുക, ദിലീപിനെ കൃത്യമായ രീതിയിൽ ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെങ്കിൽ, കുറ്റകരമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഈ 120B എല്ലാം തന്നെ ചുമത്തുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നത്, അത് തെളിയിക്കുക എന്നത് തന്നെ ഒരു വലിയ പണി തന്നെയാണ്. കാരണം അത് തെളിയിക്കപ്പെടുക, ഒരു ഗൂഢാലോചന തെളിയിക്കപ്പെടുക എന്നതാണ് പലരും പറയുന്നത്. ഇത് ശ്രമകരമായ ഒരു ജോലിയാണ്. അതെങ്ങനെ തെളിയിക്കും എന്നതാണ്. അപ്പോൾ അതിലേക്കെല്ലാം തന്നെ പോകുമ്പോഴേക്കും കൂടുതൽ തെളിവുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയത്, ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. അതിൽ അവർ പറയുന്നത്, കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ തക്കതായിട്ടുള്ള രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാതെ പോയതാണ്. അതിൽ പൾസർ സുനി ദിലീപിന് അയച്ച കത്ത്, പൾസർ സുനിയും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചില ചിത്രങ്ങൾ, അങ്ങനെ ചില അതോടൊപ്പം സാഹചര്യ തെളിവുകൾ, അതിൽ ചില സാക്ഷികളെ പ്രോസിക്യൂഷന് കോടതിയിൽ വിസ്തരിച്ചിരുന്നു. ഏകദേശം 261ഓളം സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കാൻ കഴിഞ്ഞു. 400-ലധികം സാക്ഷികളുണ്ടായിരുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ ചിലർ കൂറുമാറി. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നേരിട്ടൊരു കേസാണ്. മാത്രമല്ല ഇതിന് ശേഷം ഈ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഒരു പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയമായത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, തൻ്റെ കരിയറിൽ, അഭിഭാഷക ജീവിതത്തിൽ ഇതുപോലെ തെളിവുകളില്ലാത്ത മറ്റൊരു കേസും കണ്ടിട്ടില്ല. 2022 ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ അവസാനിക്കേണ്ടതായിരുന്നു, ഇതിൻ്റെ വിചാരണ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ വിചാരണ നീണ്ടുപോയി. അതിൽ പ്രോസിക്യൂഷനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ഈ കേസിലുണ്ടായിട്ടുള്ള ഈ രീതിയിലുള്ള നടപടികൾ, അതായത് കോടതി വിധിക്ക് ശേഷം അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ വസതിയിലെത്തി ദിലീപ് അദ്ദേഹത്തെ കണ്ട് നന്ദി രേഖപ്പെടുത്തി. മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ദിലീപ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഇടപെടലിനെയാണ് കൃത്യമായും നന്ദി പറഞ്ഞത്. അതിനുശേഷമുള്ള ഈ വിധിക്ക് ശേഷമുള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ വാക്കുകളിലേക്ക്. ഇത്രയൊരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ട് തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളുണ്ടോ? ഒരു കള്ളക്കേസ്, അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അന്നുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ തീരേണ്ട കേസ്. വിധി അന്തിമമല്ലെന്നും